പലതും പൂർത്തിയാക്കാൻ പറ്റാതെയാണ് നെയ്മർ പടിയിറങ്ങുന്നത് എന്ന് പലരും പറയുന്നത് കണ്ടു. പക്ഷേ എനിക്ക് അതിനോട് 1% പോലും യോജിപ്പില്ല. കാരണം യെസ്, ഇന്റർനാഷണൽ ഫുട്ബോളിൽ നിന്നും അതെ ഈ മഞ്ഞയും പച്ചയും കളർന്നിട്ടുള്ള ഈ കുപ്പായം ഈ പറയുന്നത് പോലെ തന്നെ ഇനി നെയ്മർ അണിയില്ല എന്നുള്ള കാര്യം നമ്മളിൽ പലരും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അത് അഴിച്ച് വെക്കുമ്പോൾ ബ്രസീലിന്റെ എക്കാലത്തെയും ടോപ്പ് സ്കോർ പട്ടികയിൽ ഒന്നാമനായിട്ട് തന്നെയാണ് നെയ്മർ പടിയിറങ്ങുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒളിമ്പിക്സ് ഗോൾഡ് മെഡൽ, അതിനേക്കാളും ഒക്കെ ഉപരിയായിട്ട് ബ്രസീലിന്റെ കുപ്പായത്തിൽ മാത്രമല്ല കേട്ടോ, അവൻ എപ്പോഴൊക്കെ പന്ത് തട്ടിയിട്ടുണ്ടോ അന്നൊക്കെ നമ്മളിൽ എല്ലാവരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഇത്രയും ഗിഫ്റ്റഡ് ആയിട്ടുള്ള മറ്റൊരു ഫുട്ബോളർ ലോകത്തുണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊരു സംശയമാണ് എന്നുള്ള രീതിയിൽ. അങ്ങനെ ഒരുപാട് വിസ്മയങ്ങൾ, ഒരുപാട് നല്ല നിമിഷങ്ങൾ, ഒത്തിരി സങ്കടങ്ങൾ എല്ലാത്തിലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നെയ്മർ ഇനി ബ്രസീലിന് വേണ്ടി കളിക്കില്ല എന്നറിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിൽ പലർക്കും വിഷമം ഉണ്ടാവും. സോ നെയ്മറിൻ്റെ റിട്ടയർമെൻറ്റിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ കാര്യപരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം. സോ തുടങ്ങിയാലോ? Welcome to AT Podcast Football Club and this is RJ Andappan. ഗൈസ്, നിങ്ങൾ എന്നെ റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. അതായത് ഞാനൊരു കട്ട മെസ്സി അർജന്റീന ഫാനാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ റൈവലായിട്ട് എപ്പോഴും കൺസിഡർ ചെയ്യാറുള്ളത് ബ്രസീലിനെയാണ്. പക്ഷേ ഈ നെയ്മർ എന്നുള്ളൊരു ആളെ നമ്മൾ ഒരിക്കലും റൈവലായിട്ടോ എനിമി ആയിട്ടോ ഒന്നും കാണാൻ പറ്റില്ല. കാരണം നമ്മുടെ സ്വന്തമാണവൻ, നമുക്കെന്നും പ്രിയപ്പെട്ടവനാണവൻ. അവന് ഒരു പരിക്ക് പറ്റിയപ്പോൾ വിഷമിച്ച് കരഞ്ഞിട്ടുള്ള ആൾക്കാരിൽ എനിക്ക് തോന്നുന്നു അത് ബ്രസീൽ കുപ്പായത്തോട് ഇഷ്ടമുള്ള ആൾക്കാർ മാത്രമായിരിക്കില്ല, അല്ലെങ്കിൽ ബ്രസീലിയൻ ഫുട്ബോളിനോട് ഇഷ്ടമുള്ള ആൾക്കാർ മാത്രമൊന്നും ആയിരിക്കില്ല. ഈ പറയുന്നത് പോലെ തന്നെ അർജന്റീന ഫാൻസ് ഉണ്ടാവും, ഫ്രാൻസിൽ ആൾക്കാരുണ്ടാവും, പോർച്ചുഗീസ് ഫാൻസ് ഉണ്ടാവും. അങ്ങനെ പല ഫുട്ബോൾ ടീമുകളെയും ഇഷ്ടമുള്ള, പല ഫുട്ബോളിംഗ് ഗോട്ടുകളെയും ഇഷ്ടമുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക ഇഷ്ടമുള്ള ഒരാൾ തന്നെയാണ് നെയ്മർ എന്ന് പറയുന്നത്. ആൻഡ് അതിൽ ഇപ്പോൾ ഞാനതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, നെയ്മറിനെ പലരും പറയുന്നത് കാണുന്നത് പലതും പൂർത്തിയാക്കാൻ പറ്റാതെ പോയവനാണെന്നുള്ളതാണ്. അത് അവരെ ഞാൻ വിമർശിക്കുകയൊന്നുമല്ല, പക്ഷെ എന്നാൽ പോലും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഈ പറയുന്നത് പോലെ തന്നെ ബ്രസീലിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചവനായി, ഈ പറയുന്ന പോലെ തന്നെ ബ്രസീൽ കുപ്പായത്തിൽ ഇതാ വീണ്ടും ആ ബ്രസീലിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫുട്ബോൾ കാഴ്ചവെക്കുന്ന ദ മോസ്റ്റ് ഗിഫ്റ്റഡ് ഫുട്ബോളറായിട്ട് ലോകം മുഴുവൻ അവനെ വാഴ്ത്തിയത് അവൻ്റെ കാലിലെ പന്തുകളെ അത്രയും മനോഹരമായതുകൊണ്ട് തന്നെയാണ്. ആൻഡ് ഈ പലതും പൂർത്തിയാക്കാത്തവൻ എന്ന് പറയുമ്പോൾ 30-ലധികം ഫൈനലുകൾ നെയ്മർ കളിച്ചിട്ടുണ്ട്. അതിലാകെ 3 ഫൈനലുകളെ തോറ്റുള്ളൂ. അതായത് 34 ഫൈനലുകളിൽ 3 ഫൈനലുകൾ തോറ്റ് 31 ഫൈനലിൽ ജയിച്ചവനാണ് നെയ്മർ എന്ന് പറയുന്നത്. സോ നെയ്മറിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇൻ ഫുട്ബോൾ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഇത് പറയുന്നത് അല്ല താഴ്ത്തി പറയാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയാൻ പറഞ്ഞ ഒരു ഐറ്റമേ അല്ല. ഹീ ഈസ് എ സുൽത്താൻ, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. 80 ഗോളുകൾ, 130-ലധികം അപ്പിയറൻസ്. ആൻഡ് അസിസ്റ്റിൻ്റെ കാര്യത്തിൽ നെയ്മറിനെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ, ഈസ് എ കില്ലാടി ഓൺ ദാറ്റ്. ആൻഡ് ക്രിയേറ്റീവ് ആയിട്ടുള്ള പാസുകൾ, മൂവുകൾ, ഈ കാര്യത്തിലൊക്കെ നെയ്മർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊരു വികാരം തന്നെയാണ് കേട്ടോ. ഈ എസ്പെഷ്യലി നമ്മൾ പറയുമല്ലോ, ഈ ബ്യൂട്ടിഫുൾ ആയിട്ട് ഫുട്ബോൾ കളിക്കുക, അത് എല്ലാവരെ കൊണ്ടും പറ്റുന്ന കാര്യമൊന്നുമല്ല. ഇപ്പോൾ നമ്മൾ പല താരങ്ങളെയും ഇപ്പോൾ വലിയ ഫെയിമിലുള്ള താരങ്ങളെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഗോൾ സ്കോറിങ്ങിലായിരിക്കാം, ചിലപ്പോൾ അവർ ഈ ഫിനിഷിങ്ങിലായിരിക്കാം, ഹെഡ് ചെയ്യുന്നതിലായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഷൂട്ടിംഗ് പവറിലായിരിക്കാം. പക്ഷേ പന്തിനെ കൊണ്ട് ഇത്രയും മനോഹരമായി ഗ്രൗണ്ടിലൂടെ ഓടി നടന്ന് ഈ ചില സമയത്ത് പറയില്ലേ, ഈ പൂവിലേക്ക് ആകർഷിപ്പിച്ച എന്താ പറയുക, അട്രാക്ട് ചെയ്ത് ഇങ്ങനെ വരുന്നത് പോലെ തന്നെയാണ് ഡിഫൻഡേഴ്സ് ആയാലും മിഡ്ഫീൽഡേഴ്സ് ആയാലും. ഇവൻ്റെ കാലിൽ പന്ത് കിട്ടിക്കഴിയുമ്പോൾ അട്രാക്ട് ചെയ്ത് ഇവനിലേക്ക് വന്ന് അവസാനം പന്ത് കിട്ടാതെ വരുമ്പോൾ ഇവനെ ഫൗൾ ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. ആൻഡ് എവറി ടൈം എനിക്ക് എപ്പോഴും വളരെ നെയ്മർ എന്ന് പറയുമ്പോൾ ഭയങ്കര ആവേശം തോന്നിയിട്ടുള്ളത്, പലർക്കും പല മാച്ചസ് ആയിരിക്കും എന്ന് എനിക്കറിയാം. ഞാൻ ക്ലബ്ബിൽ പറയുന്നില്ല, കാരണം ക്ലബ്ബിൽ നിന്നും പുള്ളി റിട്ടയർ ചെയ്യാനൊന്നും ആയില്ലല്ലോ. പക്ഷേ ഞാൻ എന്നാലും നാഷണൽ ലെവലിലുള്ളൊരു സാധനം പറയുകയാണെ. 7-1 ജർമ്മനി ബ്രസീലിനെ അടിച്ച് തൂഫാനാക്കി ഇല്ലാതാക്കിയത് ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ട. എസ്പെഷ്യലി അത് ബ്രസീലിൻ്റെ മണ്ണിലാണ്. അന്ന് നെയ്മർ കളിച്ചിട്ടില്ല.
അതൊരു വല്ലാത്ത നാണക്കേടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസീലിൽ ഉണ്ടായത്. സോ അതിനൊരു പകരം വീട്ടലാണ് ഈ പറയുന്ന പോലെ തന്നെ ഒളിമ്പിക്സിൽ നെയ്മർ കളിച്ചതും ഫൈനലിൽ ആർക്കെതിരെയാണ് കളിച്ചത്? ഈ പറയുന്ന പോലെ തന്നെ ജർമ്മനിക്കെതിരെയാണ്. അന്നത്തെ ആ മത്സരം കണ്ടവർക്കൊക്കെ അറിയാം, ബ്രസീൽ അന്ന് ഓടിയത് മുഴുവനും നെയ്മറിൻ്റെ കാലിലൂടെ തന്നെയാണെന്നുള്ളതാണ്. ആൻഡ് ജർമ്മനിക്കെതിരെയുള്ള അത്രയും 7-1 പകരം വീട്ടൽ പോലെ കാണാൻ പറ്റിയില്ലെങ്കിലും ജർമ്മനിയെ ഫൈനലിൽ തോൽപ്പിച്ച് ഈ പറയുന്നത് പോലെ തന്നെ ആ ഗോൾഡ് മെഡൽ മുത്തമിട്ടിട്ടുണ്ടെങ്കിൽ അതിലൊരു റിവഞ്ച് ഉണ്ട്. റിവഞ്ചുകളുടെ രാജാവ് തന്നെയാണ്. അതായത് തിരിച്ചു വരാൻ പറ്റുകേയില്ല എന്നെല്ലാവരും വിധി എഴുതിയിട്ടുള്ള ഏതെങ്കിലും ഒരു മത്സരമുണ്ടെങ്കിൽ അപ്പം നെയ്മറിനെ കൊണ്ടൊന്ന് കളിപ്പിച്ചോണം, അവൻ ജയിപ്പിച്ച് തന്നിരിക്കും എന്നുള്ളതാണ്. ആൻഡ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിൽ ഒന്നും കൂടെ പറയാണ് കേട്ടോ, ഒരു മെസ്സി ആരാധകനെ സംബന്ധിച്ചിടത്തോളം ബാഴ്സലോണയിലൂടെയാണ് നമുക്ക് കൂടുതൽ നെയ്മർ മെസ്സി കോമ്പിനേഷൻസ് എല്ലാം കാണാൻ പറ്റിയിട്ടുള്ളത്. ആൻഡ് അവിടെ നിന്ന് അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. ആൻഡ് ഞാനിപ്പോഴും എപ്പോഴും പറയുമ്പോഴൊക്കെ ഞാനും ഒക്കെ ഇങ്ങനെ ആലോചിക്കും, എൻ്റെ അനിയനും ഒക്കെ എടുക്കുക ഇങ്ങനെ സംസാരിക്കുമ്പോൾ എപ്പോഴും പറയുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ബാഴ്സ വിടാതെ നെയ്മർ നിന്നിരുന്നെങ്കിൽ ഇന്ന് ചിലപ്പോൾ വേറൊരു കരിയർ ആയേനെ. പിന്നെ അത് നമുക്ക് പറയാനൊന്നും പറ്റുമൊന്നുമില്ല, എങ്ങനെ ആയിരുന്നേനെ, അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ ചുമ്മാ നമുക്ക് ചിന്തിക്കാന്നുണ്ടെങ്കിലും ആഗ്രഹിച്ചു പോവും അല്ലേ. ഞാൻ അങ്ങനെ ആഗ്രഹിക്കാറുണ്ടായിരുന്നു, നെയ്മർ അവിടെ തന്നെ നിന്നിരുന്നെങ്കിൽ ബാഴ്സലോണയ്ക്കായാലും നെയ്മറിനായാലും മെസ്സിക്കായാലും അതൊക്കെ ഒരു വേറൊരു കരിയർ തന്നെ ആയി മാറിയേനെയായിരുന്നു എന്നുള്ളൊരു തോന്നൽ. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോഴും ഫുട്ബോൾ ലോകത്ത് ഈ ട്രാൻസ്ഫർ ഫീല് ഇവനെ തോൽപ്പിക്കാൻ, ഇവൻ്റെ മേളിലേക്ക് വെക്കാൻ ഒരു ട്രാൻസ്ഫർ നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഇത്ര കാലമായി അതൊക്കെ ഒരു വല്ലാത്ത സംഭവം തന്നെയാണ്. നമുക്കറിയാം, പരിക്കുകൾ ഏറ്റവും കൂടുതൽ വേട്ടയാടിയിട്ടുള്ള ഒരാൾ തന്നെയാണ് നെയ്മർ. പല സമയങ്ങളിലും അവൻ്റെ കരിയറിൽ ഏറ്റവും വലിയ വില്ലനായി മാറിയിട്ടുള്ളത് ഈ പറയുന്ന പോലെ ഓപ്പോസിറ്റ് ടീം സ്ട്രെങ്ത് വന്നതൊന്നുമല്ല, നെയ്മർ ഏറ്റവും കൂടുതൽ പോരാടിയിട്ടുള്ളത് അവൻ്റെ പരിക്കുകൾക്ക് അഗൻസ്റ്റ് ആണെന്നുള്ളതാണ്. സോ അതിൽ എനിക്ക് തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇത്രയും പരിക്കുകളുടെ പിടിയിൽ പോയിട്ടുള്ള നെയ്മറിന് നിങ്ങൾ നമ്പർ ഓഫ് ഫൈനൽസ് നോക്കുക, നമ്പർ ഓഫ് ട്രോഫീസ് നോക്കുക, അസിസ്റ്റ്, ഈ ഗെയിംസ് പെർ റേഷ്യോയിൽ ടോട്ടൽ ഗോൾ കോൺട്രിബ്യൂഷൻസ് നോക്കുമ്പോഴും നെയ്മർ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ദാറ്റ്സ് അൺബിലീവബിൾ. അപ്പോൾ പലരും പറയും കുറച്ച് ഓവർ റേറ്റഡ് ആയിട്ടാണ്, നമ്മൾ ഇങ്ങനെ ഓവർ റേറ്റഡ് ആയിട്ടാണ് നമ്മൾ നെയ്മറിനെ ഈ സുൽത്താൻ എന്ന് വിളിക്കുന്നതെന്ന് പറയും. ഒരിക്കലും അല്ല. അത് ഈ പറയുന്ന പോലെ സ്റ്റാറ്റ്സ് ഒന്നും എടുത്തു നോക്കാത്ത, നെയ്മറിൻ്റെ മത്സരങ്ങൾ ലൈവായിട്ട് കാണാത്തവർക്കാണ് ഇൻസ്റ്റാഗ്രാം റീൽസിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ നെയ്മറൊക്കെ ഹീസ് ലിറ്റിൽ ബിറ്റ് ഓവർ ഹൈപ്ഡ് എന്ന് പറയും. ആൻഡ് ഇപ്പോൾ പോലും ഈ 2026 കാർലോ ആഞ്ചലോട്ടിയോട് എനിക്ക് ഒരൊറ്റ കാര്യത്തിലെ വിമർശനമുള്ളൂ, അല്ലെങ്കിൽ ഒരു എതിർപ്പുള്ളൂ. അത് നെയ്മറിന് കുറച്ചും കൂടെ പ്ലേയിങ് ടൈം കൊടുക്കണമായിരുന്നു എന്നുള്ളതാണ്. അത് നോർവേക്കുള്ള മത്സരത്തിലായാലും ശരി, അതിന് തൊട്ട് മുമ്പുള്ള സ്കോട്ട്ലൻഡിനെതിരെയുള്ള മത്സരത്തിലായാലും ശരി, അവനെ കുറച്ചധികം നേരം കളിപ്പിച്ചിരുന്നെങ്കിൽ 2026 നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു 2026 കഴിഞ്ഞ് കഴിഞ്ഞാൽ നെയ്മർ വേൾഡ് കപ്പ് കളിക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ബ്രസീലിൻ്റെ കുപ്പായത്തിൽ കളിക്കാൻ പോകുന്നില്ല. കാരണം ഫിസിക്കലി ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിലാണ് അവൻ അതെല്ലാം കവറപ്പ് ചെയ്ത് 2026 വേൾഡ് കപ്പ് കളിക്കാനായിട്ട് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയൊരു ടൂർണമെൻറ്റ് എന്ന് പറയുന്നത് നെയ്മറിനെ സംബന്ധിച്ചിടത്തോളം, അവൻ്റെ കണ്ടീഷൻസിനെ സംബന്ധിച്ചിടത്തോളം വിച്ച് വിൽ ബി നോട്ട് പോസിബിൾ എന്നുള്ള കാര്യം നമ്മളെല്ലാവരും പറഞ്ഞിരുന്നതാണ്. സോ എനിക്കതാണ് ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, കാർലോ ആഞ്ചലോട്ടിയോട് എനിക്കുള്ള ഒരേ ഒരു ദേഷ്യം, അല്ലെങ്കിൽ അത് അങ്ങനത്തെ ദേഷ്യം എന്നല്ല, ഒരു എതിർപ്പ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ നെയ്മറിനെ കളിപ്പിക്കണം എന്നുണ്ടായിരുന്നു. എന്തൊക്കെ തന്നെയാണെങ്കിലും ഇനി നമ്മൾ ആ മഞ്ഞയും പച്ചയും നീലയും ഒക്കെ ചേർന്നിട്ടുള്ള ജേഴ്സി കോമ്പിനേഷൻ, ബ്രസീലിലെ കോമ്പിനേഷനിൽ അവനെ കാണില്ല എന്നുള്ളത് ഒരു വിഷമം തന്നെയാണ്. പിന്നെ ഐ തിങ്ക് ഇറ്റ്സ് ദ ബെസ്റ്റ് ടൈം ഹീ റിട്ടയർഡ് അല്ലേ. ഒരു വലിയ മോശമല്ലാത്തൊരു ടൂർണമെൻ്റ് റണ്ണ് നടത്തി. ശരിയാണ്, നോർവേക്കെതിരെയുള്ള തോൽവിയിലൊക്കെയാണ് പുറത്തായതെങ്കിൽ പോലും പുള്ളിയുടെ ഒരു ഇമ്പാക്റ്റും ആ പെനാൽറ്റി എടുത്തതും അത് കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങളും ഒക്കെ അടിപൊളിയായിരുന്നു. വാട്ട് ടു സേ, ഹീ ഈസ് ലീവിങ്. ആൻഡ് അത് ഞാനിപ്പോൾ ഈ ഇടയ്ക്ക് എല്ലാവരോടും പറയുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2026 വേൾഡ് കപ്പ് കഴിഞ്ഞ് 2030 നമ്മൾ അടുത്ത വേൾഡ് കപ്പ് കാണാൻ പോകുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ല, മെസ്സി ഇല്ല, നെയ്മർ ഇല്ല, ലൂക്ക മോഡ്രിച്ച് ഇല്ല, അങ്ങനെ എണ്ണിയാൽ തീരാത്ത നമ്മളുടെ ഒരു സമയത്തുള്ള നമ്മൾ ഒരുപാട് വാഴ്ത്തിപ്പാടി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് താരങ്ങളില്ലാത്തൊരു വേൾഡ് കപ്പ് ആയിരിക്കും. ദാറ്റ് വിൽ ബി വെരി ഡിഫറെൻറ്റ്. എങ്ങനെയായിരിക്കും ആ ഒരു സാധനം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്കും ഇടയ്ക്കിടയ്ക്ക് തോന്നാറുള്ള ഒരു സാധനമാണ്. എനിവേസ്,
ഇനിയും ഞാൻ പറഞ്ഞത് നീട്ടുന്നില്ല. നെയ്മർ റിട്ടയർഡ് ഫ്രം ബ്രസീൽ ഇന്റർനാഷണൽ ഫുട്ബോൾ. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളത് എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുന്ന കാര്യം കൂടെ മറക്കരുതെന്ന് ഉറപ്പിച്ചുകൊണ്ട് ചിൽ കുപ്പിച്ചിൽ.